ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി റവ കേസരി ഉണ്ടാക്കിയാലോ? കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണല്ലേ? എങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് നമുക്കിതിനകത്തേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർത്ത് രണ്ടും നല്ലപോലെ മൊരിയിച്ചെടുക്കാം. ഇനി ഇത് രണ്ടും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ നെയ്യിലേക്ക് തന്നെ നമുക്ക് വറുത്ത റവയാണ് ചേർക്കേണ്ടത്. വറുത്ത റവയാണെങ്കിൽ പെട്ടെന്നാക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ടൈം വറക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വറുത്ത റവയാണ് ചേർത്തത്, 1 കപ്പ് റവ. ഇനി ഇത് നല്ലപോലെ നെയ്യിൽ മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ റവ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് 2-3 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിയുള്ളവർക്ക് അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് സാഫ്രോൺ പൗഡറോ അതല്ലെങ്കിൽ ഫുഡ് കളറോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. കളർ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കളർ ചേർക്കുന്നത് കൊണ്ട് പ്രത്യേക രുചി വ്യത്യാസമൊന്നും വരുന്നില്ല. ഇനി ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന റവ കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. കുറച്ചായി ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ റവ ഫുള്ളായി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇനി 1 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇതിൽ ആദ്യം പകുതി എടുത്ത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷം വീണ്ടും ബാക്കി കൂടിയിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മധുരം കൂടുതൽ വേണ്ടവർ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊള്ളുക. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വന്നു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി വറുത്ത് വച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും നമുക്കിതിനകത്ത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ചൂടാറുന്നതിന് മുന്നേ നമുക്ക് ഇഷ്ടമുള്ള ഒരാകൃതിയിലുള്ള പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ റവ കേസരി പാത്രത്തിൽ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ കൂട്ടുകാരെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ.